കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടിച്ചേരിലെ ബിഫാത്തിമയ്ക്കായി നിർമ്മിച്ച കരുതൽ വീട് കൈമാറി. മണ്ഡലം എംഎൽഎ ഇ ചന്ദ്രശേഖരൻ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽപ്പെട്ട പ്രദേശമാണ് മുട്ടിച്ചേരൽ. ഇവിടുത്തെ നിർധനയും നിരാലംബയുമായ ബിഫാത്തിമയ്ക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോലാണ് ഉത്സവ അന്തരീക്ഷത്തിൽ കൈമാറിയത്. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമയബന്ധിതമായും മാതൃകാപരമായുമുള്ള വീടിന്റെ നിർമ്മാണം. ആശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം നിമിഷങ്ങളെ സാക്ഷിയാക്കി മണ്ഡലം എംഎൽഎ ഇ ചന്ദ്രശേഖരൻ വീടിന്റെ താക്കോൽ ബിഫാത്തിമയ്ക്ക് കൈമാറി. ഒരു വീട്ടിലൊറ്റ കഴിയുന്ന എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമാണ്. താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇതിനകത്തുകൂടി കയറി ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു സ്ഥലം കാണിച്ചു തന്നു. അവിടെയാണ് ഉമ്മ താമസിച്ച പഴയ വീട് എന്ന് പറഞ്ഞു. നമുക്ക് അത് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരടച്ചുറപ്പുള്ള വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാകുക എന്നത് ഏതൊരാളിൻ്റെയും സ്വപ്നമാണ്. സ്ത്രീകളാകുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി കൂടുതൽ അതൊരു സ്വപ്നമായി നിലനിൽക്കും. സ്ത്രീയും പുരുഷനും ഒക്കെ തുല്യമാണ് എന്നെല്ലാം നമ്മൾ പറയും. നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടുക എന്ന് പറയുന്നത് വലിയ മനപ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി. ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് 50 സെന്റ് സ്ഥലം പഞ്ചായത്തിലേക്ക് സൗജന്യമായി വിട്ടു നൽകിയ സുകുമാരൻ കുമ്പള ഇതേ വേദിയിൽ വെച്ച് തന്റെ സമ്മതപത്രം എംഎൽഎക്ക് കൈമാറി. കൂടാതെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയ ബഷീർ മുട്ടിച്ചേരലിനും എംഎൽഎ സ്നേഹോപഹാരം സമ്മാനിച്ചു. വിഇഒ രമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NS ജയശ്രീ, പഞ്ചായത്ത് അംഗങ്ങളായ നിഷ ആനന്ദൻ, KM കുഞ്ഞികൃഷ്ണൻ, CDS വൈസ് ചെയർപേഴ്സൺ PL ഉഷ, ADS സെക്രട്ടറി TK കലാരഞ്ജിനി, ഹരിതസേന കൺസോർഷ്യം പ്രസിഡന്റ് രജിത പവിത്രൻ, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് മധുസൂദനൻ, TK രാമചന്ദ്രൻ, ശാസ്ത ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ P ദാമോദരൻ സ്വാഗതവും വാർഡ് കൺവീനർ P ജയകുമാർ നന്ദിയും പറഞ്ഞു. 5 ഘട്ടങ്ങളിലായി 663 വീടുകളാണ് നിലവിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിൽ കരാർ വെച്ചിട്ടുള്ളത്. ഇതിൽ 403 വീടുകളുടെ പണി ഇതിനോടകം പൂർത്തീകരിച്ചു. ഒരു വീട് കെട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും സ്വപ്നങ്ങളായി തന്നെ നിൽക്കുന്ന സ്ഥിതിയാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളുടെ എല്ലാ സഹായത്തോടുകൂടി 4 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടൊരു വീട് പൂർത്തീകരിച്ച് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒത്തുകൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഓരോ വീടുകൾ പൂർത്തീകരിക്കുന്ന സമയത്തും പൂർത്തീകരണത്തിന് മുമ്പേ ഒരുപാട് തവണ നമ്മളെ വിളിച്ച് നമ്മളുടെ പ്രയാസം പറഞ്ഞ് പലപ്പോഴും നമ്മുടെ പദ്ധതിക്കകത്ത് അല്ലെങ്കിൽ ഫണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. വളരെ വേദനയോടുകൂടിയാണ് പല ആളുകളും വിളിക്കുമ്പോൾ അവരോട് മറുപടി പറയേണ്ടി വരുന്നത്. ലൈഫിന്റെ ആദ്യഘട്ടമായി 39 വീടുകളും 2ാം ഘട്ടമായി 197 വീടുകളും പട്ടികജാതി പട്ടികവർഗ അഡീഷണൽ വിഭാഗത്തിൽ 263 വീടുകളും ലൈഫ് 2020 വിഭാഗത്തിൽ 164 വീടുകളുമാണ് പൂർത്തീകരിച്ചത്. കൂടാതെ PMAY പദ്ധതിയിൽ 167 വീടുകളുടെ രജിസ്ട്രേഷനും പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജപുരം.